മോളുടെ മുഖത്തെ ചിരി, ആ ചിരി വർദ്ധിക്കാൻ പോവുകയാണ്. പക്ഷേ നീ ഒത്തിരി തകർന്നൊരു സഹോദരിയാണ്. ഈ അമ്പിളി, what is your name? അമ്പിളി. അമ്പിളി. നിങ്ങളുടെ ചിരിയെ, നിങ്ങളുടെ സന്തോഷത്തെ തകർത്ത് കളയാൻ കൃത്യമായി 1 വർഷവും 8 മാസവുമായി നിന്റെ ഭവനത്തിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു ശക്തിയെ കർത്താവ് ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. ഒരു വീട്ടിൽ നഷ്ടപ്പെട്ട സമാധാനം. ഈ എന്നെ നോക്കിയപ്പം എൻ്റെ അടുത്ത് വന്നപ്പോൾ നല്ലൊരു ചിരി ചിരിച്ചു. ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ, നല്ല ചിരിക്കുന്ന സന്തോഷിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അത് 1.5 വർഷത്തോളമായി ശത്രു തകർത്തിരിക്കുകയാണ്. എന്താണ് പക്ഷെ അവർ പറഞ്ഞത്? ഫസ്റ്റ് അവരുടെ മകൾ ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന മാർക്കോട് പാസ്സായിക്കൊണ്ടിരുന്ന മകളായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് അവൾക്കൊന്നും പഠിക്കുവാൻ പറ്റുന്നില്ല. ശത്രു ലോക്ക് ചെയ്തു. സ്കൂൾ ടോപ്പായിരുന്നു. 10th 94% മാർക്ക് വാങ്ങിച്ച്. അതിനുശേഷം +2 ആയപ്പോഴത്തേക്ക് അവൾ 80% താഴെ വന്ന്. പിന്നെ അവിടെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവളെ ബിടെക്കിന് ചേർത്തിട്ട് അവൾക്കിപ്പോൾ പറയുന്നത് അമ്മ എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രിയിലും പറഞ്ഞ അമ്മച്ചി എൻ്റെ ഭാവി പോവും, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ രാവിലെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പം പാസ്റ്ററെ കണ്ട്. അപ്പം ഞാൻ ഒരു നമ്പർ അതിനകത്ത് കിടന്നത് ഞാൻ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ഒരു ആന്റിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇന്ന് പാസ്റ്ററെ കാണാതെ പോകാൻ പറ്റത്തില്ല, പാസ്റ്ററെ കണ്ടിട്ട് ഞാൻ പോവും. എൻ്റെ മോള് പറയുന്നത് നമുക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഈ 1 വർഷവും 8 മാസത്തിന്റെയും കണക്കെന്താണ്? ഈ ഒരു കാലയളവിലാണോ അവളുടെ പഠിത്തം പോയത്? എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിക്ക് സമ്പത്ത് നന്നായിട്ട് ദൈവം തന്ന്, വലിയ വീട് തന്ന് എല്ലാം ഉണ്ട്. അതാ പറഞ്ഞു, നിങ്ങൾ വളരെ ചിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഇല്ല ഒന്നും. No worries, no worries. എൻ്റെ അടുത്ത് ഞാൻ കേട്ട ഒരു ശബ്ദം മാത്രം വീണ്ടും പറയാം. അമ്പിളി വീണ്ടും ചിരിക്കാൻ പോകും. I only know that. വിശ്വസിക്കുന്നോ? You believe that? ശരിമാറിയുന്ന ബ്രദർ വിശ്വസിക്കുന്നോ? ഉറപ്പാണോ? നിങ്ങൾ ഒന്നിച്ചു വന്നാണോ? അല്ല, ഒരു പരിചയമില്ല. ഇവരെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ വീടിനെ ടച്ച് ചെയ്യുക. ആര്യ. എന്താണ് നിങ്ങളുടെ പേര്? ആര്യ. വാട്ട്സ് യുവർ നെയിം? ആര്യ. അതേ ഏഞ്ചൽ ഞാൻ ഇവരെ പിടിച്ചു നിർത്തുമ്പോൾ ഒരു കേസ് ഒന്നിച്ചു കൊണ്ടുവരാണ്. The same angel is working for her. You come here. Yes, you come here. Father, in the name of Jesus. Listen, എന്നെ നോക്കിയേ. നിങ്ങളുടെ ഭവനത്തിൽ ചില വ്യക്തികളെ കർത്താവ് ടച്ച് ചെയ്യുകയാണ്. പ്രസാദ് ആരാണ്? നിങ്ങളുടെ ഹസ്ബൻഡാണ്. തൊടുകയാണ്. ഈ വീടിന്റെ മേളിൽ പ്രസാദ്. പക്ഷെ ഇവർക്ക് 3 പേർക്കും
ഒരേ വിഷയമാണ്. ആ സെയിം ഏഞ്ചൽ ഇവർ മകളെ ഓർത്ത് പഠനം ഓർത്തുള്ള ഒരു വിഷയമാണ്. ഇവരുടെ വീട്ടിൽ ഒരു വിടുതൽ ആ നിലയിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ജനറേഷനുമായി റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ കൊച്ചിനെ ഓർത്ത് എന്തെങ്കിലും പഠിത്ത വിഷയമായിട്ട് എന്താണ് വിഷയം? എഞ്ചിനീയറിങ്ങിന് നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പം പെട്ടെന്ന് അന്നേരം പഠിക്കാനൊരു ബുദ്ധിമുട്ട്. എഞ്ചിനീയറിന് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ലോക്കായി പോയി, പഠിക്കുന്നില്ല. സെയിം ഇഷ്യൂ. Amen. Come on, come on. താങ്ക് യു ജീസസ്. വീണ്ടും ഈ പ്രസാദിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ അകത്ത് പ്രേരണ ലഭിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ സന്തോഷത്തെ, ചില പ്രമാണങ്ങളുടെ മേളിൽ, ചില ലാൻഡുകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് എനിക്കറിയാം. ശത്രു തടഞ്ഞു വെച്ചതിനെ, ദുഷ്ടൻ ലോക്ക് ചെയ്തതിനെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഓപ്പൺ ആക്കട്ടെ. സഹോദരിക്ക് അലർജിക്കായ, ബ്രീത്തിങ് സംബന്ധമായ അലർജിക്കായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും? നിങ്ങൾക്ക് ഈ ചില സമയത്ത് ഇങ്ങനെ ഹെവിനെസ് പോലെ, ശ്വാസം മുട്ടൽ പോലെ അലർജിക്കായ ഇഷ്യൂ ഉണ്ടാകാറുണ്ട്? നിങ്ങൾക്ക് ഈ ചില സമയങ്ങളിൽ ഈ വിഷയം, സെയിം വിഷയം ഉണ്ടാകാറുണ്ടോ? 3 പേരെ ഒരുപോലെ മൂന്ന് പേരിലും ആ ഹീലിംഗ് ഉണ്ടാകുക. നിങ്ങളുടെ മകന്റെ വിഷയത്തിൽ കർത്താവ് വളരെ സീരിയസ് ആയ ചില ഡെലിവറൻസ് നിങ്ങളുടെ അകത്ത് യേശു കർത്താവ്, ജീവനുള്ള ദൈവം കടന്നു വരുന്നതും നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നതുമാണ് ഏറ്റവും വലിയ അത്ഭുതം. ബിക്കോസ് ഈ ലോകത്തിലെ പല കാര്യങ്ങളും ദൈവത്തിനും ചെയ്യാൻ കഴിയും. പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും, പല കാര്യങ്ങളും ദൈവത്തിനും ചെയ്യാൻ കഴിയും, മനുഷ്യനും ചെയ്യാൻ കഴിയും. ദൈവത്തിനും സൗഖ്യമാക്കാൻ കഴിയും, വൈദ്യശാസ്ത്രത്തിനും സൗഖ്യമാക്കാൻ കഴിയും. പക്ഷെ ദൈവത്തിന് മാത്രം, സർവശക്തനായ ദൈവത്തിനും തൻ്റെ വചനത്തിനും തൻ്റെ പരിശുദ്ധ രക്തത്തിനും മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ. അതാണ് അപ്പോസ്തല പ്രവൃത്തി 4:11 പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. സാൽവേഷൻ, വീണ്ടും ജനനം, മാനസാന്തരം, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസ സ്നാനം. സ്നാനപ്പെടുന്നത് യേശുവിൻ്റെ കൂടെ ചേരാനാണ്, യേശുവിനെ ധരിക്കാനാണ്, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയാണ്. സ്നാനപ്പെടുന്നത് കർത്താവിൻ്റെതായി തീരുവാനാണ്.